ഒരാൾ ഇസ്ലാമിൽ നിന്നും പല കാരണങ്ങളാൽ പുറത്തു പോകാം. കുഫർ ഒരു വ്യക്തിയിൽ സംഭവിക്കാം. പണ്ഡിതന്മാർ പറയുന്നത് പ്രധാനമായും 4 കാര്യങ്ങളിലൂടെയാണ് ഒരാൾ മുർത്തദ്ദാകുക, ഒരാളിൽ റിദ്ദത്ത് സംഭവിക്കുക, ഒരാൾ കാഫിറാകുക. ഒന്ന്, വിശ്വാസത്തിലൂടെ. വിശ്വസിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരാൾ വിശ്വസിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. രണ്ടാമത്തേത്, വാക്കിലൂടെ. പറയാൻ പാടില്ലാത്ത കാര്യങ്ങൾ പറയുന്നതിലൂടെ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. മൂന്നാമത്തേത്, പ്രവൃത്തിയിലൂടെ. ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ ചെയ്താൽ ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. നാലാമത്തേത്, സംശയത്തിലൂടെ. സംശയിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഒരാൾ സംശയിച്ചാൽ അയാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകും. ഈ 4 വഴികളിലൂടെയാണ് ഒരാൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുക. 5ാമത് വഴിയില്ല. ഈ 4-1 അയാളുടെ ജീവിതത്തിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകാം. ഇതിൽ സംഭവിക്കുന്ന 4 വഴികളാണ്: വിശ്വാസത്തിലൂടെ, വാക്കിലൂടെ, പ്രവൃത്തിയിലൂടെ, സംശയത്തിലൂടെ. അതുകൊണ്ട് തന്നെ വിശ്വസിക്കൽ നിർബന്ധമായ കാര്യങ്ങൾ ഏത് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. പറയൽ നിർബന്ധമായത് ഏത്, പറയാൻ പാടില്ലാത്തത് ഏത് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. ചെയ്യൽ നിർബന്ധമായ കാര്യങ്ങൾ ഏത്, ചെയ്യാൻ പാടില്ലാത്തത്, ചെയ്താൽ കുഫറായി പോകുന്ന കാര്യങ്ങൾ ഏത് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. സംശയിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ ഏത്, സംശയിച്ചാൽ കുഫറാകുന്ന ഇസ്ലാമിൽ നിന്നും പുറത്തു പോകുന്ന കാര്യങ്ങൾ ഏത് എന്ന് പഠിക്കൽ നിർബന്ധമാണ്. അത് പഠിച്ചേ പറ്റും. വളരെ ഗൗരവമുള്ള വിഷയമാണിത്. നവാഖിദുൽ ഇസ്ലാം, ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങൾ. അതുകൊണ്ട് തന്നെ ഇസ്ലാമിനെ മുറിച്ചു കളയുന്ന കാര്യങ്ങളെ സംബന്ധിച്ച് പഠിക്കുക എന്നുള്ളത് ഓരോ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നിർബന്ധമുള്ള കാര്യമാണ്. മുസ്ലിം ആയതിനു ശേഷം അവന്റെ മേൽ നിർബന്ധമുള്ള ബാധ്യതയുള്ള കാര്യമാണ് അത് മുറിച്ചു കളയുന്ന കാര്യങ്ങൾ ഏതൊക്കെ എന്ന് അറിയൽ. അങ്ങനെ അറിഞ്ഞിട്ടില്ല എങ്കിൽ അറിയുന്നൊരു ദിനമുണ്ട്, അന്ന് അവന് തിരുത്താൻ പറ്റൂല. മരണപ്പെട്ട് ഖബറിൽ കിടക്കുമ്പോഴാണ് ഒരാൾ അറിയുന്നത്, ഞാൻ പണ്ടേ കാഫിറായിന്, കാഫിറാകുന്ന പ്രവർത്തനങ്ങളൊക്കെ എന്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്, കുഫർ ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്, സംശയിക്കാൻ പാടില്ലാത്ത സംശയിച്ചിട്ടുണ്ട് എന്നറിഞ്ഞാൽ തിരുത്താൻ പറ്റുകയില്ല. അപ്പോൾ ഇസ്ലാം എന്താണെന്ന് അറിയണം, ആ ഇസ്ലാമിനെ ബാത്തിലാക്കി കളയുന്ന കാര്യങ്ങൾ എന്താണെന്നും അറിയണം.